ഉറക്കത്തിലല്ലേ ആരാടാന്ന് ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഇങ്ങോട്ട് വരിക ഒറ്റയടി അടിച്ചോടുകൂടി എൻ്റെ ബോധം പോയി ഞാൻ വേണ്ട ഓട്ടം കടന്നു. പാത്രം നിന്ന് സോപ്പ് എടുത്തുകൊണ്ട് പോയി കയ്യും കാലം കെട്ടിയിട്ടിട്ട് എൻ്റെ അലമാരി തുറന്നു. അവളുടെ മോളും അവളുടെ മോനും അവളുടെ ഒരു സുഹൃത്തുമായിരുന്നു ഇവിടെ വന്നു. വീട്ടമ്മയെ മുറിക്കുള്ളിൽ കെട്ടിയിട്ടതിന് ശേഷം സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ മാമ്പുഴക്കേരി സ്വദേശിനിയായ കൃഷ്ണമ്മയാണ് കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ കെട്ടിയിട്ടതിന് ശേഷം ഒരു സംഘം ആളുകൾ സ്വർണ്ണാഭരണങ്ങളും പണവും മറ്റു വീട്ടുപകരണങ്ങളും കടത്തിക്കൊണ്ടുപോയത്. ഈ കേസിലാണ് തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശിയായ രാജേഷ് മണികണ്ഠൻ എന്ന 36 വയസ്സുകാരനെ ഇപ്പോൾ രാമങ്കരി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കൃഷ്ണമ്മ, ഈ വീട്ടുടമസ്ഥയായ കൃഷ്ണമ്മ ഹോം നേഴ്സായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അത്തരത്തിൽ ജോലിക്ക് പോയ സമയത്ത് പരിചയപ്പെട്ട തിരുവനന്തപുരം സ്വദേശിനിയായ ഒരു യുവതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വീട്ടിൽ ഈ കൃഷ്ണമ്മയ്ക്കൊപ്പം താമസിക്കുന്നുണ്ടായിരുന്നു. ഇവരാണ് ഈ മോഷണത്തിന് പിന്നിലെന്നുള്ളതാണ് പോലീസ് നിലവിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഈ മോഷണം നടക്കുന്നത്. ഈ മോഷണം നടക്കുന്നത് വരെ ആ സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ മോഷണത്തിന് ശേഷം ആ സ്ത്രീയും ഇവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. ഇപ്പോൾ പിടിയിലായിരിക്കുന്ന രാജേഷ് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന കൃഷ്ണമ്മയ്ക്കൊപ്പം താമസിച്ചു കൊണ്ടിരുന്ന സ്ത്രീയുടെ സുഹൃത്താണ് താനെന്നാണ്. ഇവർ വിളിച്ചതനുസരിച്ചാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ 3 അംഗ സംഘം തങ്ങൾ ഇവിടെ എത്തിയത് എന്നാണ് അയാൾ പറയുന്നത്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ മകനും മകളുമാണ് തനിക്കൊപ്പം ഉണ്ടായിരുന്നത് എന്നുമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന പ്രതി പറയുന്നത്. അമ്മ, ഈ സ്ത്രീ എവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്? ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജ് വെച്ചാണ് പരിചയപ്പെടുന്നത്. അപ്പം ഞാൻ ഈ ജോലി ചെയ്യുന്ന ഒരാളെ ജോലിക്കൊക്കെ പോണതാണ്. അപ്പം വീടും അങ്ങനെ പോകുന്ന ഓർത്താണ് ഞാൻ ഇവരുമായിട്ട് പരിചയപ്പെടുന്നത് നേഴ്സായിട്ട്. അപ്പം വീടുകളിലല്ല ഓരോ ഹോസ്പിറ്റലിൽ 10 ദിവസം 5 ദിവസമൊക്കെ നിൽക്കാൻ. അപ്പം ഇവർ പറഞ്ഞു ഞാൻ പൊക്കോളാം. അപ്പം എൻ്റെ വീട്ടിലാരും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ആരെങ്കിലും വിളിക്കുമ്പോൾ പോകാം, ഞാൻ ഏർപ്പാടാക്കി തരാമെന്നും പറഞ്ഞ് വിളിച്ചു. എന്നാൽ ഒരു 4 മാസത്തെ പരിചയമുള്ളൂ. അപ്പോൾ അവർ വീട്ടിൽ പോയിട്ട് കഴിഞ്ഞ ബുധനാഴ്ച ഇവിടെ വരുന്നത്. ബുധനാഴ്ച ഇവിടെ വന്നിട്ട് ഇന്നലെ വെളുപ്പിനെയാണ് ഇന്നാണ് ഞാൻ അറിയുന്നത് ഇവരുടെ ആൾക്കാരാണെന്ന്. അകത്ത് കയറി എന്താ സംഭവിച്ചെന്തായിരുന്നു? ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴത്തേക്ക് 2 ആണുങ്ങൾ വന്ന് എന്നെ ഉരുട്ടിക്കൂട്ടി പിടിച്ച് വായും മൂക്കെല്ലാം പൊത്തിപ്പിടിച്ച് കയ്യും കാലം കെട്ടിയിട്ടിട്ട് എൻ്റെ അലമാരി തുറന്നു. ആ അലമാരിക്കകത്തുണ്ടായിരുന്ന സ്വർണ്ണങ്ങളും രൂപയും വസ്ത്രങ്ങളും എല്ലാ സാധനങ്ങളും പാത്രം ഇതെല്ലാം പെറുക്കി കെട്ടിക്കൊണ്ട് അത്രയും സമയം എന്നെ അവർ ഞെക്കി പിടിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഒന്ന് അലറാൻ പോലും എനിക്ക് പറ്റിയില്ല. ഇതാണ് സംഭവിച്ചത്. ഈ സ്ത്രീയുടെ അവർ വിളിച്ചു വരുത്തിയ ആളുകളാണെന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. ഇപ്പം പോലീസുകാർ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവളുടെ മോളും അവളുടെ മോനും അവളുടെ ഒരു സുഹൃത്തുമായിരുന്നു ഇവിടെ വന്നു. ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എൻ്റെ ആയുസ് നമുക്ക് നഷ്ടപ്പെട്ട എന്തൊക്കെയാണ്? 3.5 പവൻ സ്വർണ്ണമുണ്ട്, പിന്നെ എൻ്റെ പാത്രങ്ങൾ, ഓട്ടുപാത്രം, കുക്കർ, മുട്ടുകുടം, ഊട്ടുരുളി, പിന്നെ 36,000 രൂപ, കുറേ തുണികൾ, എൻ്റെ കൊടുക്കേണ്ട നല്ല വസ്ത്രങ്ങളെല്ലാം ഇത്രയേ ഉള്ളൂ. സോപ്പ് വരെ, പാത്രം നിന്ന് സോപ്പ് വരെ എടുത്തുകൊണ്ട് പോയി. ഇതെല്ലാം ഒന്നിച്ച് ആ മാസത്തിന് മേടിച്ച് വെക്കുന്ന മോൻ പൈസ തരുമ്പോൾ ഇതെല്ലാം എടുത്ത് കെട്ടിപ്പറക്കി പോയി. അവർ പോയതിന് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ തന്നെ അവർ പിടിച്ച് താഴെ കിടത്തി. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം എടുത്തുകൊണ്ട് അവർ പുറത്തിറങ്ങിയതിന് ശേഷമാണ് അവരിട്ടിട്ട് തന്നെ പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അങ്ങനെ എഴുന്നേക്കാൻ എനിക്ക് പറ്റിയത്. അത് ഞാൻ ഉറക്കത്തിലല്ലേ ആരാടാന്ന് ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഇങ്ങോട്ട് വരിക ഒറ്റയടി അടിച്ചോടുകൂടി എൻ്റെ ബോധം പോയി ഞാൻ വേണ്ട ഓട്ടം കടന്നു. അപ്പം അടുത്തുനിന്ന് അവർ വായും മൂക്കെല്ലാം കുത്തിപ്പിടിച്ച് എൻ്റെ കാല് കെട്ടിയിട്ട്, കാല് കണ്ടോ എൻ്റെ കാല് കെട്ടിയിട്ടിട്ട്, ആരോഗ്യമുള്ള ഒരു പയ്യനായിരുന്നു. അവനിങ്ങനെ നെഞ്ചത്തോട്ട് കാല് അമർത്തി പിടിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പാടില്ല. ഈ സ്ത്രീ തിരുവനന്തപുരം സ്വദേശിനിയാണല്ലേ? ആണ്. തിരുവനന്തപുരം മാത്രമേ എനിക്കറിയാവുള്ളൂ. പിന്നെ രണ്ടാമതാണ് ബാലരൂപത്തുള്ള അന്ന് പോലീസുകാർ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത്. ഇവരെ അമ്മയ്ക്ക് 4 മാസം കൊണ്ടേ അറിയാം. ഇവരുടെ സ്വഭാവം, ഇവരുടെ ഇടപെടലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്? എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. എന്നോട് ചേച്ചിക്ക് ഞാൻ നോക്കാൻ ചേച്ചി, അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ എന്നോട് പറയാം. എനിക്ക് ഇവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇവളോട് നിൽക്കട്ടെ എന്ന്. അപ്പം വീട്ടിട്ട് പോയാൽ മതിയല്ലോ. എവിടെയെങ്കിലും പണിയുണ്ടെങ്കിൽ പണിക്ക് പോയിക്കോട്ടെ. ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും വിളിക്കും നീ വിളിക്കൂ. അതുപോലെ അതിലും സ്നേഹമായിരുന്നു എനിക്ക് അവളെ. എൻ്റെ കൂടെ അന്ന് എൻ്റെ സപ്ലക്കോയി ഞങ്ങളൊന്നും കൂടെ പോയി പണയം വെച്ചിട്ട് സപ്ലക്കോയി പോയതും സാധനം വാങ്ങിയതും മിത്രക്കെല്ലാം അനിയത്തിക്ക് കൊടുത്തതും എല്ലാം. ഇവിടെ ഈ ഇത്രയും സ്വർണവും പണവും ഒക്കെ ഉണ്ടെന്നുള്ളത് ഇവർക്ക് അറിയായിരുന്നു. അവൾക്കറിയാം. അവളെൻ്റെ എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം. ഞാൻ അവളോടെല്ലാം പറയുമായിരുന്നു. എൻ്റെ കയ്യിൽ വളർന്നപ്പോൾ ചോദിച്ചു ഇതെന്തും വേണ്ടുണ്ടോ? ഞാൻ പറഞ്ഞു 1 പവനാ. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് ഞാൻ ഇതെല്ലാം ഊരി വെക്കും. അത് അവൾക്കറിയാമായിരുന്നു. അങ്ങനെ അറിയാം. ഇന്നലെ പുലർച്ചെയാണ്, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. രാത്രി 2 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ 3 ആളുകളാണ് ഇവിടേക്ക് ഈ സ്ത്രീയെ കൂടാതെ എത്തിയത്. അവരെങ്ങനെയാണ് വീടിനകത്ത് കയറിയത്? അടുക്കള വശത്തൂടെ
അടുക്കള വശത്ത് മേളത്തെ കഥവ് ഞാൻ നോക്കുമ്പോൾ ഒരെണ്ണം പൊട്ടിക്കിടക്കുകയായിരുന്നു. പിന്നെ അപ്പൊ ഇന്ന് കൊണ്ടുവന്നാൻ തെളിവെടുത്താൻ പറഞ്ഞ് ദീപ തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഈ സ്ത്രീയുടെ പേരെന്താ പറയുന്നത്? ദീപ എന്നാണ് പേര്. എന്നോട് പറഞ്ഞ് കലയെന്നാ. 2 പേരുണ്ട് അവക്ക്. ഈ ദീപ എന്ന് പറയുന്ന ആ സ്ത്രീ, അങ്ങനെയാണ് ഇപ്പൊ പേര് പറയുന്നത്, ആ സ്ത്രീ വിളിച്ചു വരുത്തിയതാണെന്നാണോ ഈ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുവന്ന വ്യക്തി പറയുന്നത്? വിളിച്ചു വരുത്തിയ അവരുടെ ഒരു ചെറിയ സുഹൃത്താണ്, ബന്ധു ആരാന്ന്. അവളുടെ മോളെയും മോനെയും ഇവനെയും ഇവള് വിളിച്ചു വരുത്തിയതാ. ഇവര് 3 പേരാണ് രാത്രി അന്ന് വന്നത്. ഇവര് തന്നെ പുറകിലത്തെ വാതിൽ തുറന്നു കൊടുത്തു, ഇവരകത്ത് കയറ്റി. അകത്തല്ലേ? അപ്പൊ ദീപ പറഞ്ഞിട്ടതായിരിക്കും, ഞാനറിയുന്നില്ല, ഞാൻ ഉറങ്ങില്ല. കിടക്കുന്ന റൂമിന്റെ വാതില് അകത്തുനിന്ന് കുറ്റിയിടുന്നൊരു പതിവില്ലായിരുന്നോ? ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് ഞാൻ കുറ്റിയിട്ടില്ല. അത് ഇളകി കിടക്കുകയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പൊ എന്നോട് ഇന്ന് പോലീസുകാർ അതൊക്കെ നോക്കാൻ പറഞ്ഞപ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കണ്ടത് കിടക്കുന്നത്. അതായത് ആ ഒരു കുറ്റി, ആ ഒരു ലോക്ക് ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതിന്റെ ഭാഗമായി ഈ സ്ത്രീ മുൻപ് തന്നെ നശിപ്പിച്ച് കളഞ്ഞിട്ടിരുന്നതാണ്. അതെ അത് പുതിയതായിട്ട് വെച്ചതാ. ഒരു കുഴപ്പമില്ല, അവൾ എന്തോ ചെയ്ത് അങ്ങനെ ചെയ്തതാ. അങ്ങനെ പറ്റും. പൗഡറും സോപ്പും അടക്കം മോഷണം പോയി. പാത്രം ഞാൻ സോപ്പ് എടുത്തോണ്ട് പോയി. കുളിക്കുന്ന സോപ്പ്, പൗഡർ, സ്പ്രേ, മരുന്ന്, അത് അവർക്കറിയത്തില്ല. രാത്രി എല്ലാം കൂടെ വലിച്ചു വാരി കൊണ്ടുപോകില്ല. അതിനകത്തൊന്നുമില്ല. എൻ്റെ ഒരു നല്ല വസ്ത്രം പോലും ഇല്ല, എല്ലാം അടിച്ചോണ്ട്. ശരീരത്തിന് പരിക്കേൽക്കുകയും ചെയ്തല്ലേ? ഇഷ്ടം പോലെ. അത് അവനൊന്ന് നെഞ്ചത്തിട്ട് ആ കാലുകൊണ്ട് അമർത്തിയപ്പോഴത്തേക്ക് എൻ്റെ എല്ലാം, ഇത്രയും വണ്ണം ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും പ്രായമുള്ളതല്ലേ, തീരെ വയ്യ, സംസാരിക്കാൻ പോലും അവനെൻ്റെ കൊങ്ങായിക്ക് പിടിച്ചിട്ട് എനിക്ക് അനങ്ങാൻ പോലും മേലായിരുന്നു. ഒറ്റയടിക്ക് എൻ്റെ ഇവിടെ പൊട്ടണമെന്ന് ആലോചിച്ച് നോക്കി, എല്ലാം പൊട്ടി നാശമായി. എന്താണെങ്കിലും ഈ പ്രതിയെ, മറ്റു പ്രതികളെ ഉടൻ തന്നെ പോലീസ് പിടികൂടുന്നുള്ള വിശ്വാസത്തിലാണ്. ആണ് ഒരു പിടിക്കും. ഈ അടുക്കള വാതിൽ വഴിയാണ് ഈ പ്രതികൾ, മോഷ്ടാക്കൾ വീടിനുള്ളിൽ പ്രവേശിച്ചത്. ഈ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീ തന്നെ വാതിൽ തുറന്നിട്ട് കൊടുത്തതാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത്. എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഒരു പ്രതിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശിയായ രാജേഷ് മണികണ്ഠൻ. ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ സുഹൃത്താണ് അയാളെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ പിടിയിലായ പ്രതി പറയുന്നതനുസരിച്ചാണെങ്കിൽ അയാൾക്കൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ മകനും മകളുമാണ് ഉണ്ടായിരുന്നത്. തങ്ങൾ 3 പേരാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് നിലവിൽ ആ പ്രതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. മറ്റുള്ള പ്രതികളെ, അതായത് ആ സ്ത്രീയെ അടക്കം കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് ഇപ്പോൾ ഊർജിതമായി തന്നെ അന്വേഷണം തുടരുകയാണ്. എന്താണെങ്കിലും ഈ വീടിൻ്റെ അടുക്കളയിലുണ്ടായിരുന്ന പാത്രം കഴുകുന്ന സോപ്പും അടക്കം ഈ മോഷ്ടാക്കൾ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.